എന്നാ പിന്നെ ഒരു അംഗീകരിക്കില്ല. അയാളെടുന്നൊരു കണ്ടല്ലേ പിന്നെ അംഗീകരിക്കാട്ടുന്നത്. അയാളടുത്ത് കണ്ടിട്ടില്ല എന്നാണ് ഓല് പറയുന്നത്. അപ്പൊ ഇയാള് കണ്ടു അയാൾ ഓല് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അതെ, നൗഷാദ് ഹസനി കണ്ടു, നിഴലില്ലാന്ന് കണ്ടിട്ടില്ല എന്നാണ് ഓല് പറയുന്നത്. ഓക്കെ, ഒരു രണ്ടാമത് വേറെ തന്നെ പോട്ടെ. ന്യൂഡൽഹിയിൽ വരണ്ടേ? അല്ല, നമ്മളെ നാട് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ അല്ലല്ല, അവിടെയാ വേണ്ടി. അവിടെയാണ് ഇപ്പൊ ഇയാള് പോയിട്ട് മറ്റേ കാണിച്ചെടുത്തപ്പോ നേരെ കാണുന്നില്ല, ഇവന് പോയപ്പോ നേരെ കാണിക്കുന്നു. രണ്ടാളും കൂടി അവിടെ തന്നെ പോവാ, ബോംബെ തന്നെ. അതിന് അധ്യക്ഷമായിട്ട് നാലാളെയും കൂട്ടി പത്രക്കാരനെ കൂട്ടിക്കോട്ടെ. എന്റെ ആരാ കളത്തോണ്ട് തെറി അതാടാ വേണ്ടി. ഓക്കെ, അത് നമുക്ക് വാദത്തിന് വേണ്ടി ഓക്കെ പറയാം. എന്നാൽ നിങ്ങൾ മർക്കസിലുള്ള പറയുന്ന റൂട്ട് റെഡിയായിരിക്കണം. എന്ത് പറഞ്ഞ റൂട്ട് റെഡിയായിരിക്കും. ഓലോട് പറ പത്രക്കാരെ കൂട്ടാ, നൗഷാദ് ഹസനെയും കൂട്ടാ, ഇവരും വരിക. അതിന്റെ ഓൽക്ക് കൊടുത്ത അയാളൊക്കെ പോവാ. അയാളെ നൗഷാദ് ഹസനിക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് നേരില്ല. കൂടി മാറ്റിക്കിട്ടോ ഇല്ല, നമുക്ക് ശരിയല്ലോ. ഇങ്ങനെ പറഞ്ഞാലോ, ഓക്കെ, ഒരു പണിയുണ്ട്, നമുക്ക് ബോംബെയിലും പോവാ, അതേപോലെ മർക്കസിലും നോക്കി, രണ്ടും നോക്കാന്ന് പറഞ്ഞാലോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ. അല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് ഒപ്പിട്ടേരെന്ന് വെച്ചാലോ. അത് ഒപ്പില്ല, വൈകാലത്ത് രജിസ്റ്ററായി കൊടുക്കുന്നില്ല. ഇവിടെ ഒപ്പിന്റെ ആവശ്യമില്ല. അങ്ങനെ കാലം കഴിഞ്ഞില്ല ഒപ്പിടിക്കുന്നല്ലോ. ആയിക്കോട്ടെ, ചോദിക്കും. നമുക്ക് രണ്ടു കൂട്ടരെയും പ്രതിയാക്കാലോ. ഏത് രണ്ടു കൂട്ടരെയും പ്രതിയാക്കാം. നമ്മള് മൂന്നാമത്തെ ഒരു കക്ഷി, നമ്മൾ നിഷ്പക്ഷാണ്. രണ്ടു കൂട്ടരും പ്രതിയാക്കാന്ന് പറഞ്ഞാൽ നൗഷാദ് ഹസനി ഒരു കക്ഷിയാ. നൗഷാദ് ഹസനെ പ്രതിയാക്കാം, ഓരേ പ്രതിയാക്കാം. നമ്മളും കൂടെ വേണം പോവാം. നാട്ടിൽ വന്നുള്ള ശരിയാക്കി ഞാൻ റെഡി. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെയാ പരിപാടി. അതല്ല ഞാൻ അബുദാബിയിൽ പോയി കാത്തുന്നവര് വരെയല്ലേ. അപ്പൊ നമ്മളിപ്പോ മൂന്നാം കക്ഷിയാണ്. നൗഷാദ് ഹസനി ഇപ്പൊ ഒരു കക്ഷി, മറ്റേ എസ് കെ കാര് രണ്ടാം കക്ഷി. അതെ, നമുക്കല്ല കണ്ടോലല്ലേ, സാക്ഷികളല്ലേ നമുക്ക്. ഓരോ സാക്ഷി ഇവരും സാക്ഷി, രണ്ടാളെയും കൂടി ഹാജരാക്കും നമ്മള്. നല്ല നമുക്ക് തിരിയോ. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഉസ്താദും ബോംബെയിലേക്ക് അങ്ങനെയാണ് ഉസ്താദും ബോംബെയിലേക്ക് വരാൻ റെഡി. ഞാനോ? ഓ, ഞാൻ എവിടെ മതി. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചു.